ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയം ജേണി. അങ്ങനെ നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ഉലകനായകൻ കമൽഹാസനും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒറ്റ ഫ്രെയിമിൽ വരുന്ന ഒരു സിനിമ. കുറേയായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി പോയി എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഫൈനലി അതിന്റെ ഗ്ലിംസ് അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ഇവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഗ്ലിംസ് ഓഫ് KH ഇൻറ്റു RK റീയൂണിയൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കമൽഹാസൻ, രജനീകാന്ത്, നെൽസൺ, അനിരുദ്ധ്, റെഡ് ചയൻ മൂവീസ്. ഭയങ്കരമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും 3 മിനിറ്റ് 47 സെക്കൻഡ് നോമ്പിന്റെ ക്ഷീണങ്ങൾ, ചില വിലാസങ്ങൾ ഒക്കെ കൊണ്ട് ഉറങ്ങിപ്പോവുകയും വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തു. 7 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ളതാണ്. 4,19,800 41,98,694, അതായത് 42 ലക്ഷത്തിന്റെ അടുത്ത് വ്യൂ ആയി. ആൻസർ പോന്നെ റെഡി. எந்த ரூமுக்கு ஃபஸ்ட்டு போகிறது? புதுவிதமான கன்ஃபியூஷனாக இருக்குது. இந்த ரூமுக்கா இந்த ரூமுக்கா? ரெண்டுல ஏதாவது தொடுங்க. என்னத்தல? சண்முக பிரியாவா கோகில பிரியாவா? ஹீரோயினா? ராகஞ்சி. சரி, ராகம். கரகர பிரியால போயிடும். போய் சொல்ற. தொண்டை வேற ஒரு மாதிரி இருக்கு. இசை தெரிஞ்ச என்னையே இப்படி ஏமாத்திரியப்பா. பாவம் அதர்ஸ். பட் இந்த 2 ஃபிங்கர் டெக்னிக் ரொம்ப நல்லா இருக்கு. நம்மளும் இதையே ஃபாலோ பண்ணுவோம். இந்த ரூமுக்கே போகலாம். சூப்பர் சார். ரஜினி சாரும் இதான் செலக்ட் பண்ணியிருக்காரு. குட் சாய்ஸ் சார். கமல் சாருக்கு இது ரொம்ப அழகாக இருந்தது. இருக்கட்டும். இது சார் எடுத்திருக்காரா இல்லையா? இல்லை சார், இது சார் எடுக்கல. இது அது ஆல்ரெடி சார் எடுத்து கட்டிட்டார் சார். Music. சார்ஸ் ஒரு பீத்தோவனும் ஒரு பப்பி லகிரியும் பப்பி மிக்ஸ் பண்ண மாதிரி ஒரு தீம் மியூசிக் ரெடியா இருக்கு. கேட்போமா? அதெல்லாம் அப்புறம் கேட்கலாம். அதுக்கு முன்னாடி ஒண்ணு கேட்கணும். யாரு ஹீரோ? கேக்குறாங்க இல்ல, சொல்லுங்க ஜி. யாரு ஹீரோ? യാറ് ഹീറോ? ഞാൻ കരുതിയ, സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ചത്, അതായത് ഇവരുണ്ടാണല്ലോ, അതായത് കമൽഹാസനും ഉണ്ട്, രജനീകാന്തുണ്ട്. അപ്പൊ കമൽഹാസനാണ് രചന, ഞങ്ങളിൽ ആരാണ് ഹീറോ അങ്ങനെ ചോദിച്ചാൽ തെറ്റിദ്ധരിച്ചു. ബട്ട് യാര് ഹീറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടാളും വില്ലന്മാരാണ്. ആരാ ഹീറോ? അതാണ് ചോദ്യം.
ഇവർ രണ്ട് വില്ലന്മാരാണ്, ഞങ്ങള് വില്ലന്മാരോ. ഓക്കെ റെഡി സെറ്റ്. ആര് ഹീറോ? യാറാ എന്താ ഹീറോ? അങ്ങനെ ചോദ്യം. അപ്പോ അമ്മ ക്യാരക്ടറാണ്. എൻ്റെ ഒരു തോന്നുന്നു പറഞ്ഞു കേട്ടിരുന്നത് ഇതിന്റെ പല അനൗൺസ്മെന്റ് ഒക്കെ വന്ന സമയത്ത് കിൽബിൽ സെറ്റപ്പിലുള്ള ഒരു പടം എന്നൊക്കെ രീതിയിലൊക്കെ. അങ്ങനെയല്ല, കിൽബിലിന്റെ രീതിയിലല്ല പറയുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ചില പരിപാടികൾ ഉണ്ടല്ലോ, ഒരു റിവിഞ്ചും സംഭവങ്ങളും, ഒരു ക്ലാസിക് പ്ലസ് മാസ് പ്ലസ് ഒരു പടം ഉണ്ടാവുമല്ലോ. ഭയങ്കര മേക്കിംഗ് കൊണ്ടും ഇവരെ സ്റ്റൈലിഷ് ആറ്റിറ്റ്യൂഡ് സാധനം കൊണ്ടും ഒരു ക്ലാസിക് പരിപാടി പിടിച്ചിട്ട് ക്ലാസിക് കഥകളിൽ മാസ് പറഞ്ഞാൽ എങ്ങനെയുണ്ടോ അത് ഭയങ്കര രസമായിരിക്കും. ആ ടൈപ്പ് ഓഫ് പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നെൽസന്റെ പടം ഇങ്ങനെയുള്ളൊരു അവതരണം. അപ്പൊ നമ്മൾ ജയിലറെ കണ്ട പോലെ മാസിന് മാസാണ്, പക്ഷെ നല്ല കോമഡിയാണ്, എന്റർടൈനിങ് ആണ്, ഭയങ്കര അത്തരത്തിലുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഓഫ് കോഴ്സ് രജനീകാന്ത് ഒക്കെ ഭയങ്കര രസമാണ് ചെയ്യുന്നതാണ്. കമൽഹാസൻ ചെയ്യുമായിരിക്കാം, പക്ഷെ കമൽഹാസനെ ഒരു മാസ് പരിപാടി പിടിച്ചിട്ട് രജനീകാന്തിന്റെ ചില സാധനങ്ങളൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ മമ്മൂക്ക മോഹൻലാൽ വരുന്ന സമയത്ത് മോഹൻലാലിന്റെ ചില കാട്ടിക്കൂടലുണ്ടല്ലോ, അത് ഭയങ്കര രസമാണല്ലോ. ചില പുള്ളി കൊഞ്ചുമ്പോൾ കാണാൻ രസമാണ്, എന്നാലും മമ്മൂക്ക ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമാണ്. രണ്ടുപേരെ ഉപയോഗിക്കുന്ന രീതി അത്തരത്തിൽ യൂസ് ചെയ്തിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ലൊരു പക്ക കിടലൻ പടമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കും. ഒരു സാധനം തന്നെ എന്താ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ജയിലറിനാണെങ്കിലും ചില ടൂവിന്റെ അനൗൺസ്മെന്റ് ആണെങ്കിലും ഇപ്പൊ ഇതാണെങ്കിലും നെൽസൺ അതിനകത്ത് കോമ്പോ കടന്നിങ്ങനെ പൊളയാണ്. എന്തായാലും കിടലൻ സാധനം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറഞ്ഞാൽ കമന്റ് രേഖപ്പെടുത്തുക. ഈ പറഞ്ഞ പോലെ ഈ നോമ്പൊക്കെ പ്രമാണിച്ച് ഇന്ന് എന്തോ ഒരു ഭയങ്കര ക്ഷീണം ഉണ്ടാവാറില്ല. ആ ക്ഷീണം കൊണ്ടായിരിക്കാം ഒന്ന് മയങ്ങിപ്പോയി സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. സോ കാണുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യും.